നല്ല മഴയുള്ള രാത്രിയിൽ നമ്മൾ ഹമ്മൂസ് ഉണ്ടാക്കാൻ പോയി ഇങ്ങനെ ഇരിക്കുമല്ലേ ഗൈസ്. 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറൊന്നുമല്ല, ഞാൻ ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേനും കുതിർത്ത് വെച്ചിരുന്ന കടല, ഒരു ബൗൾ കടല വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു 4-5 വിസിൽ വരുന്ന വരെ ഞാൻ കുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കടലയെല്ലാം അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെക്കുകയും ചെയ്തു. അപ്പോഴേ കറണ്ട് അങ്ങ് പോയി. പിന്നെ വന്നിട്ടില്ല ഈ വഴിക്ക്. പിന്നെ എന്ത് ചെയ്യാനാ, ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എനിവേസ് യു ആർ പ്രിപ്പയറിങ് അറബിക് ട്രഡീഷണൽ ഡിഷ്, അപ്പോൾ വൈ ഡോണ്ട് യു ട്രൈ ടു ഇൻ എ കേരള ട്രഡീഷണൽ വേ. വേറൊന്നും അല്ല ഗൈസ്, അമ്മിക്കല്ലിൽ അരയ്ക്കണം. പിന്നെ ഞാൻ കുറച്ച് വെള്ള എള്ളും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തു. അത് നമുക്ക് വേണ്ടുന്ന കാര്യമാണ്. എന്നിട്ട് എല്ലാം കൂടി എടുത്ത് നമ്മുടെ അരകല്ലിൽ ആദ്യം നമ്മുടെ വെള്ള എള്ള് ഇട്ട് കൊടുത്തു. അതൊന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട് അരയോടര തന്നെ ഗൈസ്. ആക്ച്വലി ഇറ്റ് വാസ് മോർ ഓഫ് എ വർക്കൗട്ട് ഫോർ മീ. നമ്മുടെ ഇവിടെ അമ്മിക്കല്ലിപ്പോൾ കറണ്ട് പോകുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ അരച്ച് ആക്ച്വലി ആദ്യമൊക്കെ ഞാൻ വേവിച്ച കടല ഇട്ടപ്പോഴത്തേനും അതിങ്ങനെ തെന്നി പോകുമായിരുന്നു. പിന്നെ ഞാൻ ആ ട്രാക്കിലെത്തി. അങ്ങനെ അരച്ച് നമ്മുടെ അടിപൊളി ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പറയുമല്ലോ, നമ്മളെ കല്ലിൽ അരച്ച ഡിഷസിനൊരു പ്രത്യേക തരം സ്വാദായിരുന്നു. ആ ഒരു കാര്യം ഇവിടെ ആപ്ലിക്കബിളായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ, ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലിൽ അരച്ച ഹമ്മൂസ് എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ വേവിച്ച കടലയിൽ നിന്ന് ഒരു കുറച്ചും, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി തൂക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ഹമ്മൂസ് റെഡി. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ മിക്സിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ പിന്നെ മഴയില്ലാത്ത ഒരു രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ. പിന്നെ വെള്ള എണ്ണ കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ പ്രോഡക്റ്റ് നെയിം തഹിന ഫ്രം ഷോപ്സ്. ഓക്കെ, അപ്പോൾ അത് ഇല്ലാണ്ട് ഈ വെള്ള എണ്ണ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഓതൻറ്റിക്. പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.